Good morning. Okay, Ganesha, Sreeja, okay, good morning. Okay, Sauvarnika, Adira. Okay, Missy, Shamsina, okay. Good morning, ma'am. Okay, Prida. Good morning, Aichitandala, Jumana. Okay, Shifana, Jasmine, Jumana, Gayatri. Okay, Sheeja, Shiju, Sharanya, Lavanya. Lavanya, Lavanya, okay. Hello, good morning. Okay, Gina. Gina Juice. Okay, good morning. എന്തായി കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആയിരുന്നോ? ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഓക്കെ പറഞ്ഞാലാണ് തുടങ്ങുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഷോർട്ട് ലിസ്റ്റിംഗ് വരെയാണ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, നമ്മള് എന്തൊക്കെ ചെയ്തു? നമ്മൾ പ്രീ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുന്നതും എങ്ങനെയൊക്കെ നമുക്ക് സിവികൾ ലഭിക്കാമെന്നും അതൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ നമുക്ക് ധാരാളം ബയോഡാറ്റകൾ കിട്ടി. നമ്മൾ അതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റും തയ്യാറാക്കി. ഇതിന്റെ ഒരു ചുരുക്ക പട്ടിക വരെ നമ്മൾ തയ്യാറാക്കി. ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ? ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞു. ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ് അല്ലെ? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ ഇന്റർവ്യൂ പ്രോസസ്സ് കുറെ കൂടെ എളുപ്പമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അല്ലാണ്ട് നമുക്ക് വരുന്ന എല്ലാ അപേക്ഷകൾക്കും എല്ലാവരെയും നമുക്ക് ഇന്റർവ്യൂവിന് എടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? നമുക്ക് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ വേണം നമുക്ക് കണ്ടെത്താൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒരു 10-15 ഒഴിവുകളിലേക്കൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ അതിന്റെ ഒരു 3-4 ഇരട്ടി എന്താണ് കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക അല്ലെ? 700 ആപ്ലിക്കേഷൻ ലഭിച്ചു എന്ന് കരുതി 700 പേരെ നമുക്ക് ഒരു കാരണവശാലും ഇന്റർവ്യൂവിന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇത് പോസിബിൾ അല്ല അല്ലെ? അപ്പൊ നമുക്കാണെങ്കിൽ ആകെ ഒരു 15 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഒഴിവിന്റെ ഒരു 3-4 ഇരട്ടി കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഷോർട്ട് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഒരു ഷോർട്ട് ലിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെറുതെ നമ്മൾ തോന്നിയ രീതിയിലാണ് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അല്ല. ചില പാരാമീറ്റേഴ്സുകളുടെയൊക്കെ ബേസിലാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് അല്ലെ? എന്തൊക്കെ പാരാമീറ്റേഴ്സുകളായിരുന്നു? ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഏജ് ഉണ്ട്, പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ഉണ്ട്, ജോയിനിങ് ടൈം, അങ്ങനെ ഒത്തിരി പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തായിരിക്കും? ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അത് നിങ്ങൾ പറഞ്ഞു ഇന്റർവ്യൂ ആണ് അല്ലെ? ഇന്റർവ്യൂ ആണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ഓടിപ്പോയി നമുക്ക് ഇന്റർവ്യൂ നടത്താൻ പറ്റില്ല. ഇന്റർവ്യൂ നടത്തുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്ഥാപനത്തില് ചില മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർവ്യൂ ഡേറ്റ് നിശ്ചയിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണം? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ തീരുമാനിക്കണം. ഇനി അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് വരാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇന്റർവ്യൂ പാനൽ ആണ് കേട്ടോ. എന്താണ് ഇന്റർവ്യൂ പാനൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ജോലിക്ക് അല്ലെ, ഒരു ജോലിക്കായിട്ട് നമുക്ക് കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇന്റർവ്യൂ നടത്താനായിട്ടുള്ളൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമാണ് എന്ത്? ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത് അല്ലെ? നമ്മളിപ്പോ ഏതെങ്കിലും ഒരു അറിയാം ഇന്റർവ്യൂ പാനൽ എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ആണ് അല്ലെ? ആ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒന്നോ അതിലധികമോ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമായിരിക്കും അവരെ ഇന്റർവ്യൂ നടത്തുന്നത്. ആ ഒരു ടീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. അപ്പോ നമുക്കതൊന്ന് ജസ്റ്റ് വായിക്കാം. എന്താണ് അവിടെ പറയുന്നത്? ബിഫോർ ഫൈനലൈസിംഗ് ദ ഇന്റർവ്യൂ പാനൽ we have to see which category of interview is going to be scheduled.
അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കണം. പക്ഷേ ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് എന്ന് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങാനുള്ളത്. ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കുന്നതിന് മുൻപ് ആദ്യം ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബിഫോർ ഫൈനലൈസിംഗ് ദി ഇന്റർവ്യൂ പാനൽ we have to see which category of interview is going to be scheduled. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു എക്സാമ്പിൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, an interview for appointing housekeeping staff members need not be addressed by a chairman of the hospital. അതായത് ഇപ്പൊ നമ്മളൊരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഇന്റർവ്യൂ ആണ് നടത്തുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ലോവർ കാറ്റഗറി വിഭാഗം എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഒരു നോർമൽ റിക്രൂട്ട്മെന്റ് ആണ് ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാനുള്ളത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ പാനലില് ഒരു ഹോസ്പിറ്റലിന്റെ ചെയർമാൻ വരേണ്ട കാര്യമില്ല. ശരിയല്ലേ? ചെയർമാൻ വരേണ്ട കാര്യമുണ്ടോ? നമ്മൾ നടത്തുന്ന ഒരു നോർമൽ റിക്രൂട്ട്മെന്റ് ആണ്, ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ആ ഒരു പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഇന്റർവ്യൂ പാനലിൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലെ ചെയർമാൻ ഒരിക്കലും ആ ഒരു പാനലിൽ അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യമില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ലൈക്വൈസ് the interview for the medical superintendent. അപ്പൊ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മെഡിക്കൽ സൂപ്രണ്ട് എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഒരു ഹൈ കാറ്റഗറിയിൽ പെടുന്ന ഒരു വിഭാഗമാണ് അല്ലെ. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഇന്റർവ്യൂ ഫോർ ദ മെഡിക്കൽ സൂപ്രണ്ട് need not be addressed by a lower designated staff like the nursing superintendent. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സൂപ്രണ്ടിന്റെ ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഇന്റർവ്യൂ നടത്തുന്നതെങ്കിൽ അതിന്റെ ഇന്റർവ്യൂ പാനൽ ഒരിക്കലും ആ ഒരു പൊസിഷനേക്കാൾ താഴെയുള്ള ഒരു ഡെസിഗ്നേഷൻ ആയിട്ടുള്ള നഴ്സിംഗ് സൂപ്രണ്ട് ആ ഒരു പാനലിനെ അഡ്രസ് ചെയ്യുന്ന കാര്യമില്ല. അത് ഓൾറെഡി മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഇന്റർവ്യൂ ആണ് നടത്തുന്നത്. അതിനേക്കാളും താഴെയുള്ള ഡെസിഗ്നേഷൻ ആണ് നഴ്സിംഗ് സൂപ്രണ്ട്. അപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂ പാനലിൽ ഒരിക്കലും നഴ്സിംഗ് സൂപ്രണ്ട് വരേണ്ട കാര്യമില്ല. ബിക്കോസ് എന്താണ്, മെഡിക്കൽ സൂപ്രണ്ട് തസ്തികയിനേക്കാളും തൊട്ട് താഴെ കിടക്കുന്ന ആ ഒരു പോസ്റ്റ് ആണ് നഴ്സിംഗ് സൂപ്രണ്ട്. അപ്പൊ അങ്ങനെ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ഒരിക്കലും ആ ഇന്റർവ്യൂ പാനലിനെ അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ ക്ലിയർ ചെയ്യാനുള്ളത്. മനസ്സിലായോ? നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണോ ഇന്റർവ്യൂ നടത്തുന്നത് അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഇന്റർവ്യൂ പാനലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. എന്നുവെച്ചാൽ ഓരോ കാറ്റഗറിക്കകത്ത് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? സോ ബിഫോർ വി ഡിസൈഡ് അപ്പോൺ ദ ഇന്റർവ്യൂ പാനൽ വി ഹാവ് സീൻ ദ കാറ്റഗറി ഓഫ് ദ റിക്വയർമെന്റ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഏതൊക്കെ കാറ്റഗറികളാണ് ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും അനുയോജ്യമായ രീതിയിൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ തീരുമാനിക്കുന്നത്. ഒരിക്കലും ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഇന്റർവ്യൂ നടത്താനായിട്ട് ആ ഇന്റർവ്യൂ പാനൽ ഒരിക്കലും ഹോസ്പിറ്റലിലെ ചെയർമാൻ അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അതിനേക്കാളും താഴ്ന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഇന്റർവ്യൂ പാനലിന് അഡ്രസ് ചെയ്യുന്ന കാര്യമില്ല. അപ്പൊ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുകൊണ്ട് അതിനനുയോജ്യമായ ഇന്റർവ്യൂ പാനലിനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഏതൊക്കെ കാറ്റഗറികളാണ് എന്നുള്ളത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് വേണമല്ലോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്ന കാറ്റഗറി, ഓരോ കാറ്റഗറിയും അഡ്രസ് ചെയ്യുന്ന ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അത് പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. അപ്പൊ ആദ്യം നമ്മൾ കാറ്റഗറിയാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കാറ്റഗറി ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നോക്കാം, നോർമലി ദ സ്റ്റാഫ് റിക്വയർമെന്റ് can be divided into 3 segments. പ്രധാനമായിട്ടും നമ്മുടെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ 3 സെഗ്മെന്റ്സ് അഥവാ 3 കാറ്റഗറികളായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 3 കാറ്റഗറി എന്ന് അറിയാമോ? ഒന്നാമത്തത് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി. ഒന്നാമത്തെ എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി.
സെക്കൻഡ് വൺ എന്താണ്? മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി. ഇത് ഒരുമിച്ചാണ് കേട്ടോ. മിഡിൽ വേറെ ജൂനിയർ വേറെ അങ്ങനെയല്ല. മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, അതാണ് രണ്ടാമത്തെ സെഗ്മെന്റ്. ഓക്കെ, മൂന്നാമത്തെ ഏതാണെന്ന് അറിയോ? ലോവർ കാറ്റഗറി സ്റ്റാഫ് ആണ്. ഇതാണ് ലോവർ കാറ്റഗറി സ്റ്റാഫ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ജീവനക്കാരെയും നമ്മൾ ആ ഒരു സ്ഥാപനത്തിലെ ആ ഒരു ജീവനക്കാരെ നമ്മൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അവരുടെ ആ ഡെസിഗ്നേഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്. ഇതൊക്കെയാണ് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി ആൻഡ് ലോവർ കാറ്റഗറി സ്റ്റാഫ്. അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എ നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് can be addressed by the HOD, that means head of the department of the particular designation. Underline ചെയ്യാട്ടോ. എന്താണ് പറയുന്നത്? ഒരു നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ഇന്ന വ്യക്തി എന്നൊന്നും പറയുന്നില്ല, ഒരു സാധാരണ നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്. ഒരു നോർമൽ, നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു സാധാരണ നോർമൽ കാറ്റഗറി സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അല്ലെ, നോർമൽ എന്താണ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ, ഒരു നോർമൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറി ആയിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറി ആയിരിക്കും? നമ്മൾ ഈ മൂന്ന് കാറ്റഗറിയിൽ മിക്കവാറും ഏത് കാറ്റഗറി ആയിരിക്കും എന്ന് പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ ജസ്റ്റ്. ഏതായിരിക്കും നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറി ആയിരിക്കും? ഏതായിരിക്കും എന്ന് പറയാമോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നിഷ, ശ്രീജ, ശ്രദ്ധ പറഞ്ഞിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഷംസീന കറക്റ്റ് ആണ്, നിമിഷ കറക്റ്റ് ആണ് കേട്ടോ. ലോവർ കാറ്റഗറി ആണ് കേട്ടോ, ജൂനിയർ അല്ല വരിക, ലോവർ കാറ്റഗറി. ഓക്കെ, കുഴപ്പമില്ല. അതായത് ഒരു ഓക്കെ, സൗന്ദര്യ കറക്റ്റ് ആണ്. നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ലോവർ കാറ്റഗറി സ്റ്റാഫ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഇതിൽ പറയുന്നത് ഒരു നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിലേക്കാണ് ഇന്റർവ്യൂ നടത്തുന്നത് വിചാരിക്കാം. അപ്പൊ അവരുടെ ഇന്റർവ്യൂ പാനലിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? ആ ഒരു വിഭാഗത്തിന്റെ ഹെഡ് ഉണ്ടായിരിക്കും. അതായത് ഏത് കാറ്റഗറിയിലേക്കാണോ ഒഴിവ് വന്നിരിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഒഴിവ് വന്നിരിക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്തായിരിക്കും? ആ ഒരു ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. എക്സാമ്പിളുകളൂടെ അവർ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നോക്കിയേ, എ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഓർ എ ഹൗസ് കീപ്പിംഗ് മാനേജർ along with the HR manager and the administrator of the hospital. അണ്ടർലൈൻ ചെയ്യാം. അതായത് ഒരു നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ലോവർ കാറ്റഗറി സ്റ്റാഫ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് വിചാരിക്കാം. അപ്പോ എന്ത് വേണം? ആ ഒരു ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെയായിരിക്കും മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് മാനേജർ. അവരുണ്ടായിരിക്കാം. ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അല്ലെ. ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് മാനേജറോ ആ ഒരു എന്താ പറയാ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കും. ഒപ്പം ആരുണ്ടായിരിക്കും? HR മാനേജർ ഉണ്ടായിരിക്കും. പ്ലസ് ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കാം, എല്ലാ ഇന്റർവ്യൂ നടത്തുമ്പോഴും ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിലെ കോമൺ ആയിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ HR മാനേജറും മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്ററും ആണ്. ഇവര് രണ്ടുപേരും ഒട്ടുമിക്ക ഇന്റർവ്യൂ പാനലിലും കോമൺ മെമ്പേഴ്സ് ആയിരിക്കും. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമുക്കറിയാം, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും ആരാണ്? HR ഡിപ്പാർട്ട്മെന്റിലെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ HR മാനേജർ എല്ലാത്തിലും അവരാണ് ഇന്റർവ്യൂ മറ്റൊക്കെ നടത്തുന്നത്. അപ്പൊ HR മാനേജർ എല്ലാ ഇന്റർവ്യൂ പാനലിലും മെമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്ററും ഒരു കോമൺ ഫാക്ടർ ആയിട്ട് ബാക്കിയുള്ളവരാണ് മാറുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ. ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ നടത്തുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറോ ഹൗസ് കീപ്പിംഗ് മാനേജർ ഉണ്ടാവും. പിന്നെ നമുക്കറിയാവുന്ന HR മാനേജർ ഉണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ഹോസ്പിറ്റൽ ആ പാനൽ മെമ്പേഴ്സിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് പറയാം, സിമിലർലി ദ ഇന്റർവ്യൂ പാനൽ ഓഫ് എ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റാഫ്, മിഡിൽ ഓർ ജൂനിയർ, രണ്ടും ഒരേ ഇതിലാണ് കേട്ടോ പെടുന്നത്. മിഡിൽ ഓർ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി ആണെന്ന് വിചാരിക്കാം. അപ്പോ അങ്ങനെ ഒരു എന്താ പറയാ വ്യക്തിനെയാണ് ആ ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? അതൊന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക. നഴ്സിംഗ് സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടായിരിക്കണം.
മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടായിരിക്കണം, കൺസേൺഡ് HOD ഉണ്ടായിരിക്കണം, ഓക്കെ, ആ ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടായിരിക്കണം, ആൻഡ് ഓഫ് കോഴ്സ് HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ. ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ HR മാനേജറും അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാവും, കൂടാതെ നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, കൺസേൺഡ് HOD. ക്ലിയർ ആയോ? അപ്പൊ അത് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലേക്കാണ് ഇന്റർവ്യൂ നടത്തുന്നതെങ്കിൽ ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് ആരൊക്കെയായിരിക്കും അഡ്രസ് ചെയ്യുന്നുണ്ടാവുക? നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, കൺസേൺഡ് HOD, പിന്നെ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന രണ്ട് പേര് എന്ന് പറയുന്നത് HR മാനേജറും അഡ്മിനിസ്ട്രേറ്ററും ഉണ്ട് ഹോസ്പിറ്റൽ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു കാറ്റഗറി കഴിഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ദ ഇന്റർവ്യൂ പാനൽ ഓഫ് എ ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ഒഫീഷ്യൽ ആയിട്ട് അപ്പോയിന്റിംഗ് മെഡിക്കൽ സൂപ്രണ്ട് ഓർ വൈസ് പ്രസിഡന്റ്. ഇനി നമ്മൾ ഏറ്റവും ടോപ്പ് കാറ്റഗറി, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് കാറ്റഗറി, മെഡിക്കൽ സൂപ്രണ്ടിനെ തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് അവരെ തെരഞ്ഞെടുക്കണം. അതെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ടോപ്പ് കാറ്റഗറിയാണ് അല്ലെ? അപ്പോ അങ്ങനെ ഒരാളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനലിന് ആരൊക്കെ ഉണ്ടായിരിക്കണം? നോക്കിയേ. ഡെഫിനറ്റ്ലി കണ്ടെയ്ൻ ഐദർ ദ ചെയർമാൻ ഓഫ് ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ചെയർമാൻ, ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ഉണ്ടായിരിക്കണം, ഓർ എ ഡയറക്ടർ ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ. ഈ ചെയർമാന്റെ സാന്നിധ്യത്തിൽ, ചെയർമാൻ എന്ന് പറഞ്ഞ ഏറ്റവും ഉയർന്ന പൊസിഷനുള്ള വ്യക്തിയാണല്ലോ, ഹോസ്പിറ്റലിൽ ചെയർമാൻ ഉണ്ടായിരിക്കണം. ഇതിന്റെ ചെയർമാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചെയർമാൻ ഡെസിഗ്നേറ്റ് ചെയ്ത, ചെയർമാൻ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിലെ ഡയറക്ടർ ആ ഒരു പാനലിന്റെ ഉണ്ടായിരിക്കണം, along with the HOD. പിന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് ഹെഡ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസിഡന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വൈസ് പ്രസിഡന്റ് സെലക്ഷൻ ആണെങ്കിൽ മാർക്കറ്റിംഗിന്റെ പ്രസിഡന്റ്, അതാണ് HOD എന്ന് പറയുന്നത്, അതിനുണ്ടായിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ മാനേജർ ഓഫ് HR ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, അത് കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും ആൾക്കാരാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ലോവർ കാറ്റഗറി സ്റ്റാഫിന് ആരാണ് അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഓർ ജൂനിയർ കാറ്റഗറി വിഭാഗത്തിലേക്ക് ആരാണ് അഡ്രസ് ചെയ്യുന്നത്, ഒരു ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിലേക്ക് ആരാണ് അഡ്രസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി, ഇതൊന്ന് ക്ലിയർ ആയി നോക്കി എല്ലാവരും. എന്താണ് ജുമാനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മള് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അതായത് ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്, ഏത് പൊസിഷനിലേക്കാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്, അതിന് അനുയോജ്യമായ രീതിയിലുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു ലോവർ കാറ്റഗറി സ്റ്റാഫ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പാനലിൽ ആരൊക്കെ ഉണ്ടാവണം? ഒന്ന് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഹെഡ് ഉണ്ടായിരിക്കണം, പിന്നെ HR മാനേജർ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? HR മാനേജർ എന്ന് പറയുന്ന വ്യക്തിയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും എല്ലാ ഇന്റർവ്യൂ പാനലിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. കാരണം HR മാനേജർ ആണ് റിക്രൂട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്നത്. ആ ഒരു മാനേജർ എന്താ, HR മാനേജർ എപ്പോഴും അതിൽ കോമൺ ആയിരിക്കും. ഹോസ്പിറ്റലിന്റെ കാര്യത്തിലും ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററും എല്ലാത്തിലും കോമൺ ആയിരിക്കും. ബാക്കിയുള്ളവരാണ് മാറുന്നത്. മനസ്സിലായോ? ഇനി മിഡിൽ കാറ്റഗറിയിലാണ് ഒരു വിഭാഗത്തിലോട്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നതെങ്കിൽ അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പാനലിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അറിയോ? നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടായിരിക്കും, മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടായിരിക്കും, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടായിരിക്കും, പിന്നെ HR മാനേജറും അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കും. ഇനി ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ സൂപ്രണ്ട് പൊസിഷനിലേക്കാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അവരൊക്കെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അറിയോ? ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് HOD ഉണ്ടായിരിക്കും, HR മാനേജർ ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ കാറ്റഗറിയിലേക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കേണ്ടത്? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ഇതാണ് പറഞ്ഞത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്.
ചുമ്മാനെനിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? വായിച്ചു നോക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ അത് തന്നെ പോയിന്റ് ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. പോയിന്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. നോക്കാം, സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. എന്താണ്, ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, മിഡിൽ മാനേജ്മെന്റ് ഉണ്ട്, ലോവർ മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് ഓരോ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നോക്കാം, ടാലന്റ് അക്വിസിഷൻ ഫോർ ഹൈ ഒഫീഷ്യൽസ് അണ്ടർ ദ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി അഥവാ ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് നോക്കിയേ. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ആരൊക്കെയാന്ന് നോക്കിയ വൈസ് പ്രസിഡന്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അത്യാവശ്യം ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. വൈസ് പ്രസിഡന്റ്, അതുപോലെ ജനറൽ മാനേജർ ഓഫ് ജനറൽ മാനേജർ, പിന്നെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, അതുപോലെ തന്നെ സീനിയർ മാനേജേഴ്സ്. ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഒരു സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ആരൊക്കെയാണ്? വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജേഴ്സ്. ഇവരൊക്കെ എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോ അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിൽ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കാം? അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെ ഉണ്ടാകാം? ചെയർമാൻ ഉണ്ടാവും, നമ്മൾ പറഞ്ഞു ചെയർമാൻ ഉണ്ടായിരിക്കും. പിന്നെ ആരുണ്ടായിരിക്കും? കോർപ്പറേറ്റ് ജനറൽ മാനേജർ ഓർ ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. കണ്ടോ, കോർപ്പറേറ്റ് ജനറൽ മാനേജർ ഓർ ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ടെക്നിക്കൽ ഹെഡ് ഉണ്ടായിരിക്കും. ദെൻ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇതിങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. ആരൊക്കെ ഉണ്ടാകും? ചെയർമാൻ ഉണ്ടായിരിക്കും, കോർപ്പറേറ്റ് ജനറൽ മാനേജർ ഓർ ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ഹെഡ്, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇത്രയും പേരാണ് ആ ഒരു ഇന്റർവ്യൂ പാനലിനകത്ത് ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ടാലന്റ് അക്വിസിഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി. ജൂനിയർ അഥവാ നമ്മൾ പറയാം മിഡിൽ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെയാന്ന് നോട്ട് ചെയ്ത് വെച്ചേ. മാനേജേഴ്സ്, അതുപോലെ അസിസ്റ്റന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. ഓക്കെ, നമ്മൾ ടോപ്പിൽ പറഞ്ഞ ആരൊക്കെയാണ്? വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജർ വരെയുള്ള ആളുകളാണ് അതിനകത്ത് വിടാം. ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അവിടെ ജനറൽ അങ്ങനെയൊന്നും പറയുന്നില്ല. വെറും മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് കേട്ടോ. ഇവരൊക്കെ ഏത് വിഭാഗത്തിൽ വരുന്നതാ? ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലാണ്. അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിൽ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കണം? നോക്കിയേ, ഇതൊക്കെ ആരൊക്കെ ഉണ്ടായിരിക്കണം? മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ. ചെയർമാൻ അല്ല ഉണ്ടാവുക, ചെയർമാൻ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് അതിനകത്ത് ഉണ്ടായിരിക്കും, പ്രതിനിധി കേട്ടോ. ചെയർമാൻ ഉണ്ടാവില്ല, പക്ഷെ ചെയർമാൻ ഡെസിഗ്നേറ്റ് ചെയ്ത് ശുപാർശ ചെയ്യുന്ന മാനേജ്മെന്റിന്റെ ഒരു പ്രതിനിധി അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും, കൺസേൺഡ് HOD ഉണ്ടായിരിക്കും. ഓക്കെ, അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടായിരിക്കും. ദെൻ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസും ഉണ്ടായിരിക്കും. അത് പിന്നെ കോമൺ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് ഓഫ് സബ് സ്റ്റാഫ് കാറ്റഗറി ഫ്രണ്ട് ഓഫീസർ. അതിൽ വരുന്നത് അതായത് നമ്മൾ ലോവർ കാറ്റഗറി വിഭാഗം. ലോവർ കാറ്റഗറി വിഭാഗത്തിൽ വരുന്നത് ആരൊക്കെയാണ്? ഫ്രണ്ട് ഓഫീസ് മെമ്പേഴ്സ്, അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 ജീവനക്കാരൻ കേട്ടോ. ഫ്രണ്ട് ഓഫീസർ, അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 സ്റ്റാഫ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നതൊക്കെ ഒരു ലോവർ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന പോസ്റ്റുകളാണ് അല്ലെ. അപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിൽ ആരൊക്കെ ഉണ്ടാവും? കൺസേൺഡ് HOD, അതത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളാണ് ഉണ്ടാവുക. അതായത് ചെയർമാനും മറ്റുള്ളവരൊന്നും ഉണ്ടാവോ? ഇല്ല. കൺസേൺഡ് HOD ഉണ്ടാവും, പിന്നെ HR മാനേജർ ഉണ്ടായിരിക്കും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളോട് ഇങ്ങനെയൊന്ന് ചോദിക്കാം, ഒരു ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റാഫിനെ അഡ്രസ് ചെയ്യുന്ന ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്? അങ്ങനെ ജനറലൈസ് ചെയ്ത് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിനെ അഡ്രസ് ചെയ്യുന്ന പാനൽ മെമ്പേഴ്സ് ആരാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ലോവർ മാനേജ്മെന്റ് കാറ്റഗറിനെ അഡ്രസ് ചെയ്യുന്ന പാനൽ മെമ്പേഴ്സ് ആരാണെന്ന് ചോദിക്കാം. അങ്ങനെയായിരുന്നു ചോദിക്കാം.
ഓക്കെ. ക്ലാസ് 4 എന്ന് പറഞ്ഞ ലോവർ കാറ്റഗറിയാണ്, ലോവർ കാറ്റഗറി ജീവനക്കാരാണ് കേട്ടോ. ക്ലാസ് 4 ജീവനക്കാര് എന്ന് പറഞ്ഞ എന്താ, ലോവർ കാറ്റഗറി സ്റ്റാഫുകൾ, ഏറ്റവും താഴെ തട്ടിൽ താഴെ പോസ്റ്റിൽ ഇരിക്കുന്ന സ്റ്റാഫുകളാണ് കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകള്, അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 ജീവനക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൗസ് കീപ്പിംഗ് ഒക്കെ ഇല്ലേ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ, ഇപ്പൊ താഴെ തട്ടിൽ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഇപ്പൊ ക്ലീനർ, അങ്ങനെ തൂപ്പുകാര്, അടിച്ചുവാരുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതാണ് ക്ലാസ് 4. അപ്പൊ ആ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് പറയുന്നറിയോ, നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഒരു വൈസ് പ്രസിഡന്റ് എന്നെടുത്ത് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം, വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയാണ്. അപ്പൊ അതിൽ ആരൊക്കെയാണ് പാനൽ മെമ്പേഴ്സ് ആയിട്ട് വരാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക സൂപ്പർവൈസർ എന്താ പറയുക പോസ്റ്റിലുണ്ട്, അഡ്രസ് ചെയ്ത് ഇന്റർവ്യൂ പാനൽ മെമ്പർ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ സൂപ്പർവൈസർ ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് ജൂനിയർ മാനേജ്മെന്റിൽ വരണം. അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ് ക്ലാസ് 4 ജീവനക്കാരുടെ അല്ലെങ്കിൽ ക്ലാസ് 4 സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റിന് അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഇന്റർവ്യൂവിന് അഡ്രസ് ചെയ്യുന്ന ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം ക്ലാസ് 4 എന്ന് പറയുമ്പോൾ അത് ലോവർ കാറ്റഗറി വരുന്നതാണ്. അവരെ അഡ്രസ് ചെയ്യുന്ന ആളുകളില് നമുക്കറിയാം HOD ഉണ്ടാവും, HR മാനേജർ ഉണ്ടായിരിക്കും, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അങ്ങനെയും ചോദിക്കാം. ഓക്കെ. അപ്പൊ രണ്ട് രീതിയിലും ചോദിക്കാം. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, വായിച്ചു നോക്കിക്കോളൂ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയട്ടെ, അടുത്തത് പറയാലോ. അടുത്തതാണ്. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിച്ചു? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിച്ചു. എപ്പോഴും ഓർത്തു വെക്കാം, ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് അതിന് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുക. ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ തീരുമാനിച്ചു. ഇനി എന്ത് വേണം? അവരെ നമ്മൾ വിവരങ്ങൾ അറിയിക്കണം അല്ലെ? അതെ, ഇന്റർവ്യൂ നടത്താൻ പോവാണ്. ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് വിവരങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ ചോദിച്ചറിയണം അല്ലെ? അതിന് ശേഷം അവരെ ഇൻഫോം ചെയ്യണം. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഈ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ അറിയിക്കുകയും അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനെ പറ്റിയും കൂടിയാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ ഇന്റർവ്യൂ പാനൽ ഷുഡ് ബി ഇനീഷ്യലി ഇന്റിമേറ്റഡ് orally before finalizing the interview date, which is convenient to the panel members. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് നിശ്ചയിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ പാനൽ മെമ്പേഴ്സിന് വിവരങ്ങൾ അറിയിക്കണം. അപ്പൊ ആ വിവരങ്ങൾ അറിയിക്കുന്ന അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. അടുത്തത് എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ വിവരങ്ങൾ അറിയിക്കുന്നതിന് പ്രധാനമായിട്ടും അതിനും ചില ഘട്ടങ്ങളുണ്ട്. ചില ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് വിവരങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, സ്റ്റെപ്പ് വൈസ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും ഇത് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓറൽ ഇന്റിമേഷൻ ആണ്. എന്താണ് ഓറൽ ഇന്റിമേഷൻ? ഓറൽ ഇന്റിമേഷൻ എന്ന് പറഞ്ഞാലാണ്, അതാണ് ആ പറഞ്ഞത്, ഇന്റർവ്യൂ പാനൽ ഷുഡ് ബി ഇനീഷ്യലി ഇന്റിമേറ്റഡ് ഓറലി ബിഫോർ ഫൈനലൈസിംഗ് ദി ഇന്റർവ്യൂ ഡേറ്റ് വിച്ച് ഇസ് കൺവീനിയന്റ് ടു ദി പാനൽ മെമ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ ഡേറ്റ് നിശ്ചയിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ ഒന്നെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോണിലൂടെ അവരോട് വിവരങ്ങൾ അറിയിക്കണം. അവരുടെ സൗകര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. ഓറൽ ഇന്റിമേഷൻ ആണ് നമ്മൾ നടത്തുന്നത്.
അവരോട് പറയാ അതുപോലെ ഇന്ന ദിവസം നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അവരോട് നേരിട്ട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ഫോൺ വഴിയോ വിവരങ്ങൾ ചോദിച്ച് വിവരങ്ങൾ പറഞ്ഞ് അവരുടെ ആ ഒരു എന്താണ് പറയുക സൗകര്യങ്ങൾ ചോദിച്ചറിയുക. അതാണ് ഓറൽ ഇന്റിമേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ് പറയുന്നത് നോക്കിയേ. ഇറ്റ് ഹാസ് ടു ബി റിമൈൻഡഡ് ആൻഡ് റീകൺഫേംഡ് ഇൻ റൈറ്റിംഗ് just a couple of days before the commencement of the interview to make sure of their presence. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, റിട്ടേൺ കൺഫർമേഷൻ ആണ്. എന്താണ് റിട്ടേൺ കൺഫർമേഷൻ? അതായത് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവര് ആ ഒരു ഇന്റർവ്യൂവിന് സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓറൽ ഇന്റിമേഷൻ കൊടുക്കും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഒരു റിപ്ലൈ കിട്ടും അല്ലെ. അപ്പൊ അവര് ഇന്റർവ്യൂവിന് സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ നടക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് അവരെ രേഖാമൂലം അവരുടെ സമ്മതം നമ്മൾ സ്ഥിരീകരിക്കണം. അതാണ് റിട്ടേൺ കൺഫർമേഷൻ. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരെന്ത് ചെയ്യണം? രേഖാമൂലം അത് ഉറപ്പിക്കണം. രേഖാമൂലം നമ്മൾ അത് ഓർമ്മിപ്പിക്കണം എന്ന് പറയില്ല. അതായത് റിട്ടേൺ കൺഫർമേഷൻ. അത് സമ്മതം അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് രേഖാമൂലം അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. ഓക്കെ, മൂന്നാമത് വരുന്ന ഘട്ടമാണിത് IOM അഥവാ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ രേഖാമൂലം ഇവർ അറിയിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു രേഖയാണിത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. നോർമലി ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ an inter office memorandum. ചെയ്യാട്ടോ, ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം duly signed by the issuer and the signature of the panel member. അപ്പോ നമ്മളത് റിട്ടേൺ ആയിട്ട് രേഖാമൂലം നമ്മൾ അത് അറിയിക്കുന്നു. അത് നമ്മൾ അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്, ഒരു ഫോമാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അതില് നമ്മൾ ആരാണ് അത് അയക്കുന്നത്, അതുപോലെ തന്നെ ആർക്കാണോ അത് ലഭിക്കേണ്ടത്, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ അവര് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം വഴിയായിട്ടാണ് നമ്മൾ ആ വിവരങ്ങൾ അവരെ അറിയിക്കുന്നത്. അപ്പൊ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ 3 ഘട്ടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പാനൽ മെമ്പേഴ്സിനെ അറിയിക്കുന്നതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഓറൽ ഇന്റിമേഷൻ കൊടുക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഇന്റർവ്യൂ തീയതി ചെയ്യുന്നതിന് മുൻപായിട്ട് പാനൽ മെമ്പേഴ്സിന് നേരിട്ടോ ഫോണിലൂടെയോ നമ്മൾ വിവരങ്ങൾ അറിയിച്ച് അവരുടെ സൗകര്യം നമ്മൾ ചോദിച്ചറിയും. ഇതാണ് ഓറൽ ഇന്റിമേഷൻ. രണ്ടാമത് അവര് സമ്മതം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്റർവ്യൂവിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിനെ പറ്റിയിട്ട് അവരുടെ ആ ഒരു കൺഫർമേഷൻ അവരുടെ ആ ഒരു ഉറപ്പ് അവര് വരും എന്നുള്ള ഉറപ്പ് നമ്മൾ സ്ഥിരീകരിക്കണം. രേഖാമൂലം നമുക്കിതാണ് റിട്ടേൺ കൺഫർമേഷൻ. മൂന്നാമത് നമ്മൾ അതിനെ തുടർന്ന് പറഞ്ഞ കാര്യമാണ് റിട്ടേൺ കൺഫർമേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ആ ഒരു രേഖയുണ്ട്, അതിനെ നമ്മൾ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം വഴിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവരങ്ങൾ അറിയിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പർപ്പസ് എന്നറിയോ? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ പർപ്പസ് നോക്കിയേ. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് എ റീകൺഫർമേഷൻ and the high level panel is informed of the seriousness of the interview and to plan the schedule accordingly. What is the purpose of inter office memorandum? എന്താണ് അതിന്റെ ഉദ്ദേശം? വേറൊന്നുമില്ല, ഒന്ന് ഇന്റർവ്യൂവിന്റെ ഗൗരവം മനസ്സിലാക്കാനും അതുപോലെ എന്താണ് പാനൽ മെമ്പേഴ്സിന് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനും അവരുടെ ഷെഡ്യൂൾ കൃത്യമായിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്യാനും എന്ത് സഹായിക്കുന്നു? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം സഹായിക്കും. അതാണ് അതിന്റെ പർപ്പസ്. മനസ്സിലായോ? ഒന്ന് ഇന്റർവ്യൂവിന്റെ ഗൗരവം അവരെ മനസ്സിലാക്കുക, മറ്റൊന്ന് എന്താണ് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് അതിനനുസരിച്ച് അവരുടെ ഷെഡ്യൂൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും എന്ത് സഹായിക്കുന്നു? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം സഹായിക്കുന്നു. അപ്പൊ 3 ഘട്ടങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഓറൽ ഇന്റിമേഷൻ, റിട്ടേൺ കൺഫർമേഷൻ ആൻഡ് ലാസ്റ്റ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ? IOM എന്നാണ് നമ്മൾ പറയാ. വേറൊന്നുമല്ല, നമ്മളൊരു ഓർഗനൈസേഷന്റെ അകത്ത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്നൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാം, ഒരു സ്ഥാപനത്തിനകത്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. പരസ്പരം മീൻസ് വ്യക്തികൾ തമ്മിലാവാം, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലാവാം, അവർക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം അഥവാ IOM എന്ന് നമ്മൾ പറയുന്നത്.
ഇനി നമ്മൾ അതിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനകത്ത് ഉണ്ടായിരിക്കുക, അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എൻ IOM നമ്പർ. IOM മീൻസ് ഇന്റർ ഓഫീസ് കേട്ടോ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം നമ്പർ ഉണ്ടായിരിക്കും, IOM നമ്പർ ഉണ്ടായിരിക്കും, IOM ഡേറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഫ്രം വിച്ച് ഓഫീസർ ആൻഡ് ടു ഹൂം ഇറ്റ് ഈസ് അഡ്രസ്ഡ്. അതുപോലെ ആരാണ് അയക്കുന്നത്, ആർക്കാണ് അത് ലഭിക്കേണ്ടത്, ദാറ്റ് മീൻസ് ഫ്രം ഹൂം ടു ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആരാണ് അയക്കുന്നത്, ആർക്കാണ് അത് ലഭിക്കുന്നത്, അത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞോളം ഇറ്റ് വിൽ കണ്ടെയ്ൻ ദ സബ്ജക്ട് ആൻഡ് റെഫറൻസ്. അതിനകത്ത് സബ്ജക്ട് ഉണ്ടായിരിക്കും, വിഷയം ഉണ്ടായിരിക്കും, റെഫറൻസും ഉണ്ടായിരിക്കും. ചെറിയൊരു സൂചന അതിനകത്ത് ഉണ്ടായിരിക്കും, എന്തിനെ പറ്റിയാണ് എന്നുള്ളതിന്റെ ഒരു സൂചന, റെഫറൻസും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. ഒരു കാര്യം കൂടെ പറയാം, നമ്മളിത് ഇനി പഠിക്കുന്നത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം പഠിക്കും, കോൾ ലെറ്റർ പഠിക്കും, അതുപോലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ പഠിക്കും, ജോയിനിങ് ഓർഡർ പഠിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഇതൊക്കെ അകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, ചിലപ്പോ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിക്കാം, ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ എല്ലാം കൂടെ ഇപ്പൊ പഠിക്കുമ്പോൾ കുഴപ്പമില്ല, ഇത് മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴേ എല്ലാം വരുമല്ലോ, കളക്ടറും അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഇതൊക്കെ ജോയിനിങ് ഓർഡർ എല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഓരോന്നിൽ എന്തൊക്കെ ഉണ്ടാവാന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവാം, ഓരോന്നിന് എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മനസ്സിലായല്ലോ, IOM നമ്പർ ഉണ്ടായിരിക്കും. ഹലോ ഹലോ ഇതിന്റെ ആ ആ ഞാൻ പറയാട്ടെ, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. ഓക്കെ, അപ്പോ എന്തൊക്കെ ഉണ്ടാവും? IOM നമ്പർ ഉണ്ടായിരിക്കും, IOM ഡേറ്റ് ഉണ്ടായിരിക്കും, ആരാണ് അയക്കുന്നത്, ആർക്കാണ് ലഭിക്കേണ്ടത്, സബ്ജക്ട് ഉണ്ടാവും, റെഫറൻസ് കേട്ടോ. ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അൺലൈക്ക് അതർ ഒഫീഷ്യൽ ലെറ്റേഴ്സ്, IOM ഷുഡ് നോട്ട് ക്യാരി എനി ടൈപ്പ് ഓഫ് ഫോർമാലിറ്റി അതർ ദാൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. എന്താണ് പറയുന്നത്? നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ള ലെറ്റേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൽ നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുള്ളൂ. അതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇവിടെ സാൾട്ടിങ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, സല്യൂട്ടേഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സല്യൂട്ടേഷൻ അങ്ങനെ മാറ്റാം. സല്യൂട്ടേഷൻസ് ലൈക്ക് ഡിയർ സർ, ഡിയർ മാഡം, ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. Likewise, formalities like thanking you, yours faithfully, etc. can be willfully avoided in such inter-office memorandums. കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എഴുതുമ്പോഴേ അപ്ലിക്കേഷൻ നമ്മൾ അത് നോക്കി അത് കഴിഞ്ഞ് നമ്മൾ റെസ്പെക്ടഡ് സർ അല്ലെങ്കിൽ ഡിയർ സർ കണ്ടന്റ് ഒക്കെ എഴുതി ലാസ്റ്റ് നമ്മൾ യുവേഴ്സ് താങ്ക്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാം. അതൊക്കെ വളരെ ഫോർമൽ ആയിട്ടുള്ള രീതികളാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റി നമ്മൾ ഉപയോഗിക്കില്ല. ഓൺലി നമ്മൾ എന്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒരിക്കലും നമ്മുടെ ഡിയർ സാറിനോ ഡിയർ മാഡംനോ അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിനോ താങ്ക് യുനോ അങ്ങനെയുള്ള യാതൊരു അഭിസംബോധനകളും നമ്മൾ അത് ഉപയോഗിക്കില്ല. അത് നമ്മൾ എന്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അതിനകത്ത് വല്ല സല്യൂട്ടേഷൻസ് നമ്മൾ ഫോർമൽ സല്യൂട്ടേഷൻസ് ഉപയോഗിക്കോ? ഇല്ല. നമ്മൾ എന്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കൂ. അത് മനസ്സിലാവാനായിട്ട് അവിടെ ഒരു മോഡൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മോഡൽ നമുക്കൊന്ന് നോക്കാം. നോക്കിയ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ ഒരു സ്പെസിമെൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നോക്കിയ IOM നമ്പർ ഉണ്ട് കണ്ടോ, നമ്പർ കൊടുത്തിട്ടുണ്ട്, IOM ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രം ടു ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞു. ഫ്രം ആരാണ്? HR മാനേജർ. മിക്കവാറും ഫ്രം ആരെങ്കിലും HR മാനേജർ തന്നെയായിരിക്കും. അവരാണല്ലോ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നത്. സോ HR മാനേജർ. ടു എന്ന് പറയുമ്പോൾ ആർക്കാണ്? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെയാണ്. അപ്പൊ നോക്കിയേ, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ചെയർമാൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മിക്കവാറും ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആയിരിക്കും നടത്തുന്നുണ്ടാവാം. ആലോചിച്ച് പറഞ്ഞേ, ഏത് കാറ്റഗറിയിലേക്കായിരിക്കും?
ഇവിടെ ക്ലൂ കൊടുത്തേക്കുന്നത് നോക്കിയേ, ചെയർമാൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്, മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരു പാനൽ മെമ്പേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മിക്കവാറും ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആയിരിക്കും എന്നാലോചിച്ച് പറഞ്ഞേ. ടോപ്പ് കാറ്റഗറി. ഓക്കെ, കുറെ പേര് വീണ്ടും മിഡിൽ കാറ്റഗറി എന്നാണ് പറയുന്നത്. മിഡിൽ അല്ല, ടോപ്പ് കാറ്റഗറി ആണ് വരിക കേട്ടോ. ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിലേക്കല്ലേ വരിക. ഓക്കെ, ഇവരൊക്കെ കറക്റ്റ് ആണ് പറഞ്ഞത്. രണ്ടുപേരുടെ തെറ്റിപ്പോയിട്ടുണ്ട്. നോക്കൂ, ചെയർമാൻ ഒക്കെ വരണമെങ്കിൽ എന്തായാലും ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി ആയിരിക്കും കേട്ടോ. അപ്പൊ ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, അപ്പൊ അത് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ, പിന്നെ സബ്ജക്ട്. സബ്ജക്ട് എന്താണ്? ഇന്റർവ്യൂ ഓഫ് വാല്യൂസ് പോസ്റ്റ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, സൂചന കൊടുത്തിട്ടുണ്ട്. അവർ ടെലിഫോണിക് ടോക്ക് ഓൺ 18th April 2022. അതിനെ സംബന്ധിച്ച് ഒരു ടെലിഫോൺ ടോക്ക് അവർക്കിടയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ റെഫറൻസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം അയക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടില്ലേ? IO നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ഫ്രം ഉണ്ട്, ടു ഉണ്ട്, സബ്ജക്ട് ഉണ്ട്, റെഫറൻസ് ഉണ്ട്. എന്തെങ്കിലും ഫോർമാലിറ്റി ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നോക്കി കണ്ടന്റ് നോക്കാം. കണ്ടന്റ് മീൻസ് നമ്മൾ എന്താണ്? ഡിയർ ഓൾ. ഡിയർ ഓൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ആ കണ്ടന്റ് നോക്കാം. പ്ലീസ് റെഫർ ടു അവർ ടെലി ടോക്ക് ഓൺ 18th April instant regarding the confirmation of proposed interview scheduled on 20th April 2022 for the various post. As confirmed by you, this is a reconfirmation and reminder for planning your schedule accordingly. Hope you shall be present at the scheduled venue at 10 AM. കേട്ടോ, ജസ്റ്റ് കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലെ. നമ്മൾ 18ാം തീയതി നടത്തിയ ടെലിഫോൺ ടോക്കിനെ ബേസ് ചെയ്തിട്ട് 20ാം തീയതി നമ്മൾ ഇന്റർവ്യൂ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നിട്ടുള്ള കൺഫർമേഷൻ അനുസരിച്ച് ഇത് ഒരു സ്ഥിരീകരണത്തിലായിട്ട് അയക്കുന്നതാണ്. നിങ്ങൾ ഇന്ന ദിവസം ഇന്ന സമയം 10 മണിക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ അഡ്രസ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് എന്ത്? ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം എന്ന് പറയുന്നത്. ഈ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അവിടെ വിവരങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തേണ്ട തയ്യാറെടുപ്പുകൾ അവിടെ കഴിഞ്ഞു. നമ്മുടെ സ്ഥാപനത്തിന്റെ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു, ഇന്റർവ്യൂ കാറ്റഗറി നമ്മൾ മനസ്സിലാക്കി, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ ഫിക്സ് ചെയ്തു, അവരെ നമ്മൾ വിവരങ്ങൾ അറിയിച്ചു. ഇനി എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? അടുത്തത് എന്തായിരിക്കും? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ. എന്തായിരിക്കും? കോൾ ലെറ്റർ അയക്കണം എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റിനെ ഇവർ അറിയിക്കണം. ഇത് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ അതിനു മുമ്പ് ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചു അല്ലെ. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കോൾ ലെറ്റർ അയക്കണം അല്ലെ. അവര് നമ്മള് ഇന്റർവ്യൂവിന് ക്ഷണിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. എന്താണ് കോൾ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട് അയക്കുന്ന ഒരു കത്താണെന്ന് കോൾ ലെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് അത് പഠിക്കാം. അടുത്തതാണ് കോൾ ലെറ്റർ കേട്ടോ. നോക്കാം. Once the interview panel okay. Appa nokka call letter. Once the interview panel has been intimated of the proposed interview, the candidates or job aspirants has to be intimated regarding the commencement of the interview process. The interview call letter should necessarily contain the date, time, and venue of the interview. എന്താണ് പറയുന്നത്? ഇന്റർവ്യൂ പാനല് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർവ്യൂ പ്രോസസ്സ് നമുക്ക് ആരംഭിക്കാം അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ്സിന് നമ്മൾ വിവരങ്ങൾ അറിയിക്കണം അല്ലെ. വിവരം അറിയിക്കാന്ന് വെച്ചാൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂവിന് നമ്മൾ ക്ഷണിക്കണം, ഇൻവൈറ്റ് ചെയ്യണം അല്ലെ. അതാണ് എന്ത്? ഇന്റർവ്യൂ കോൾ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഒരു ഇന്റർവ്യൂ കോൾ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ, അണ്ടർലൈൻ ചെയ്തു പോവാം. The interview call letter should necessarily contain the date, time, and venue of the interview. അല്ലെ, എന്തായാലും കോൾ ലെറ്ററിൽ എന്തുണ്ടായിരിക്കും? ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ്, ടൈം, സ്ഥലം അല്ലെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്
Of course, the usual format such as the file number, date, subject, reference that should be mentioned. അതെല്ലാത്തിനും കോമൺ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്പറും കാര്യങ്ങളും ഡേറ്റ് സബ്ജക്ട് റെഫറൻസ് ഒക്കെ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. അതുകൂടാതെ കോളേറ്ററൽ ഇന്റർവ്യൂന്റെ ടൈം, ഡേറ്റ്, വെന്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്, ദ സല്യൂട്ടേഷൻസ് ടു ദ കാൻഡിഡേറ്റ് ഷുഡ് ബി. ഇനി എങ്ങനെയാണ് നമ്മൾ അവരുടെ കാൻഡിഡേറ്റിനെ അഭിസംബോധന ചെയ്ത് അവരെ എങ്ങനെ അറിയിക്കുന്നത്, അവരെ നമ്മൾ അഡ്രസ് ചെയ്യണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സല്യൂട്ടേഷൻ എന്താണ്, ദാറ്റ് ഷുഡ് ബി ഡിയർ കാൻഡിഡേറ്റ് ആയിരിക്കണം, ഡിയർ കാൻഡിഡേറ്റ് ആൻഡ് നോട്ട് ദെയർ നെയിം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അവരുടെ പേരല്ല നമ്മൾ അവിടെ പരാമർശിക്കേണ്ടത്, പകരം ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത് പറയുന്നത്. ഓക്കെ, since a relationship has not yet started with the candidate, because എന്തുകൊണ്ടാണ് നമ്മൾ ആ കാൻഡിഡേറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ. അതുകൊണ്ട് ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് നമ്മൾ പറയുക. അല്ലാണ്ട് ഡിയർ ലയനാന്നോ അല്ലെങ്കിൽ ഡിയർ ശ്രീജാന്നോ അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ഡിയർ ജുമാനാന്നോ അങ്ങനെയൊന്നല്ല നമ്മൾ പറയാം. ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് നമ്മൾ പറയാ. ബിക്കോസ് നമുക്ക് അവരെ അറിയില്ല, നമ്മൾ അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് സല്യൂട്ടേഷൻ കൊടുക്കുള്ളൂ. ഓക്കെ, unless and until we know the candidate in detail, salutation should be only dear candidate as mentioned above. കണ്ടോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് അവരെ സല്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി apart from the above, the aspirants may also be asked to confirm their attendance to actually evaluate the percentage of the attendance. അപ്പൊ ഈ വിവരങ്ങൾക്ക് പുറമെ, ഈ പറഞ്ഞ വിവരങ്ങൾക്ക് പുറമെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാൻഡിഡേറ്റ്സിനോട് അവർ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അവരോട് ആ ഒരു സ്ഥിരീകരണം നമുക്ക് അവരോട് ആവശ്യപ്പെടാവുന്നതാണ്. അതായത് നമ്മൾ ഈ കോൾ ലെറ്റർ അയക്കുമ്പോൾ അവർ ഈ പറയുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ള അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോൾ ലെറ്റർ വഴി നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Apart from the above, the aspirants may also be asked to confirm. കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ അങ്ങനെ ചോദിക്കുന്നതിന്റെ ഒരു കാര്യമുണ്ട്. നമുക്ക് അതിനനുസരിച്ച് ഏകദേശം എത്ര പേര് ഇന്റർവ്യൂ ഉണ്ടാവും അറിഞ്ഞിട്ട് വേണം നമുക്ക് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അവരോട് ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, എന്താണ് പറയുന്നത്, ടു ആക്ച്വലി ഇവാലുവേറ്റ് ദി പെർസെന്റേജ് ഓഫ് അറ്റൻഡൻസ്. പിന്നെ few companies reimburses the expenses incurred by them for attending the interview. ചില കമ്പനികൾ, എല്ലാവരും അല്ല, ചില കമ്പനികൾ അവർ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന് അവർക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു യാത്രാ ചെലവ് ചില കമ്പനികൾ തിരിച്ചു നൽകുന്നവർക്ക്. എല്ലാവരും അല്ല കേട്ടോ, ചില കമ്പനികൾ അങ്ങനെ റീഇംബേഴ്സ് ചെയ്യാറുണ്ട്. അതായത് ഇന്റർവ്യൂവിന് വന്നിട്ടുള്ള ഒരു യാത്രാ ചെലവ് അവർക്ക് തിരിച്ചു നൽകാറുണ്ട്, റീഇംബേഴ്സ് ചെയ്യാറുണ്ട്. ഇൻ സച്ച് കേസസ് നത്തിങ് ഹാസ് ടു ബി മെൻഷൻ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കോൾ ലെറ്ററിൽ എന്ത് ചെയ്യണ്ട, മെൻഷൻ ചെയ്യണ്ട. പക്ഷേ however, if the company is not paying any expense for attending the interview, it has to be mentioned clearly as the no TA or DA will be paid for attending the interview. And this mention is to safeguard the company against any claim for their expenses. അവർ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ കമ്പനി, ചില കമ്പനികൾ ചിലപ്പോൾ അവരുടെ ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന യാത്രാ ചെലവ് തിരിച്ചു കൊടുക്കാറുണ്ട്, റീഇംബേഴ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും എഴുതേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ അവരുടെ യാത്രാ ചെലവ് വഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ട് എന്ത് മെൻഷൻ ചെയ്യണം, no TA or DA will be paid for attending the interview. നിങ്ങളുടെ യാത്രാ ചെലവുകളിന് ഒരു കാരണവശാലും TA DA ഒന്നും നൽകുന്നതല്ല, ട്രാവൽ അലവൻസോ ഡിയർനെസ് അലവൻസോ ഒന്നും തന്നെ തരുന്നതല്ല എന്ന് പ്രത്യേകം. നമ്മുടെ PSCയുടെ ഒക്കെ ടെസ്റ്റ് ചെയ്താകുമ്പോ അതിന്റെ കോൾ ലെറ്റർ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടില്ലേ, അഡ്മിഷൻ ടിക്കറ്റിൽ ഇൻസ്ട്രക്ഷൻസ് അയച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, നോ TA DA ഒന്നും തരുന്നതല്ല എന്നൊക്കെ പ്രത്യേകം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് പരാമർശിക്കും, കൊടുക്കുന്നുണ്ടെങ്കിൽ പരാമർശിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത്, അതിന്റെ കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ നൽകുന്നില്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ദിസ് മെൻഷൻ ഈസ് ടു സേഫ്ഗാർഡ് ദ കമ്പനി അഗെയിൻസ്റ്റ് എനി ക്ലെയിം ഫോർ ദർ എക്സ്പെൻസ്. കാര്യം എന്താണെന്നറിയോ? ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാൻഡിഡേറ്റ്സ് യാത്രാ ചെലവിനെ പറ്റിയിട്ട് ചിലപ്പോൾ കമ്പനിയായിട്ട് സമീപിക്കും,
സമീപിക്കാതിരിക്കാനും അതുപോലെ തന്നെ അവരുടെ കമ്പനിയെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് അതിന്റെ പുറത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാതിരിക്കാനും ഇനി യാത്രാ ചെലവ് ആവശ്യപ്പെട്ട് കാൻഡിഡേറ്റ്സ് അവരെ സമീപിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് പ്രത്യേകം അവിടെ പരാമർശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? അപ്പൊ കോൾ ലെറ്ററിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? എന്തായാലും ഇന്റർവ്യൂവിന്റെ ഡേറ്റ്, അതുപോലെ സമയം, സ്ഥലം ഇതുണ്ടാവും. എന്ത് സല്യൂട്ടേഷനാണ് നമ്മൾ കൊടുക്കുക? ഡിയർ കാൻഡിഡേറ്റ്. പേര് പരാമർശിക്കും ഇല്ല, ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് നമ്മൾ കൊടുക്കുള്ളൂ. ബിക്കോസ് അതിന്റെ റീസണും കൂടെ മനസ്സിലാക്കാം, നമ്മൾ അതിലായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോഴും ഓർക്കാം, നമ്മൾ കമ്പനികള് ചെലവ് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ട, ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ട് മെൻഷൻ ചെയ്യുന്നു? എന്തുകൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു സേഫ്ഗാർഡ് ദ കമ്പനി അഗൈൻസ്റ്റ് എനി ക്ലെയിം ഫോർ ദെയർ എക്സ്പെൻസ് അല്ലെ. അവരുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ഫോർമാറ്റ് ഓഫ് കോൾ ലെറ്റർ. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കി ആ ഫോർമാറ്റ്. വായിച്ചോ? ക്ലിയർ ആയോ? നോൺ ടി എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവൽ അലവൻസോ DNS അലവൻസോ കൊടുക്കുന്നതല്ല എന്നാണ് അർത്ഥം. അതായത് അവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ചെലവുണ്ടല്ലോ, യാത്രാ ചെലവ്. ബസ്സിലാണെങ്കിൽ ബസ്സിന്റെ പൈസ വരും അല്ലെ, ഇനിയിപ്പോ അവര് വണ്ടി ഓടിച്ചാണെങ്കിൽ പെട്രോളിന്റെ ഒരു പൈസ വരും അല്ലെ, അങ്ങനെയുള്ളതൊന്നും കൊടുക്കില്ല. DNS അലവൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചിലർ സ്റ്റേ ചെയ്യൊക്കെ ചെയ്യും. ചിലപ്പോ ഒരുപാട് ദൂരെ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, തലേ ദിവസമൊക്കെ അവിടെ റൂമൊക്കെ എടുത്ത് വന്ന് താമസിച്ച് അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതന്നെ DNS അലവൻസ്, സ്റ്റേ അലവൻസ്, അവർക്ക് റൂം റെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള ചെലവുകളൊന്നും വഹിക്കില്ല. അത് നമ്മൾ കൊടുക്കുന്ന ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോട്ട് TA or DA will be paid for attending the interview എന്ന് പ്രത്യേകം നമ്മൾ എഴുതണം. ഓക്കെ, കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇനി അവര് അങ്ങനെ എഴുതുന്നില്ല എന്ന് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പ്രത്യേകിച്ച് ഒന്നും എഴുതിയില്ലെങ്കിൽ പിന്നീട് അവർ എന്ത് സംഭവിക്കും? എക്സ്പെൻസ് ചോദിച്ച് ചിലപ്പോൾ കമ്പനിയെ സമീപിക്കും. ചെലവ് ഞങ്ങൾക്ക് വന്നു എന്ന് പറഞ്ഞ് അവരെ സമീപിക്കുന്നത് കമ്പനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഫോർമാറ്റ് ഓഫ് കോൾ ലെറ്റർ, ഫയൽ നമ്പർ, ഡേറ്റ്, മിസ്റ്റർ കൃഷ്ണകുമാർ, കൊല്ലം, സബ്ജക്ട്, റെഫറൻസ്. ഡിയർ കാൻഡിഡേറ്റ്, പേരല്ല പറഞ്ഞിരിക്കുന്നത്, ഡിയർ കാൻഡിഡേറ്റ് കണ്ടോ. We are pleased to inform you that your resume has been shortlisted for the post of the PRO, Public Relation Officer ന്റെ പോസ്റ്റിലേക്കാണ്. In view of the above, you are requested to appear in person for a personal interview as permission below. The date, time, venue ഒക്കെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. You are directed to bring a set of original xerox of all your original certificates and testimonials along with a recent passport size photograph while attending the interview. അവരോട് പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിന്റെ ഒരു കോപ്പിയും കൊണ്ടുവരണമെന്നും റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു TA കൊടുക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. No TA or DA will be paid for attending the interview. പ്രത്യേകം അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
പ്ലീസ് കൺഫേം യുവർ അറ്റൻഡൻസ് ഫോർ ഇന്റർവ്യൂ. പിന്നെ നമ്മൾ പറഞ്ഞു അവര് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് അതും നമുക്ക് അവരുടെ കൺഫർമേഷൻ നമുക്ക് ആവശ്യപ്പെടാം അല്ലെ. അതും അതിനോടൊപ്പം ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് കൺഫേം യുവർ അറ്റൻഡൻസ് ഫോർ റിട്ടേൺ മെയിൽ. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മെയിൽ വഴി അയക്കണം എന്ന് കൂടെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉണ്ടോ? Then thanking you for its hospital signature manager of HR administration. ഉണ്ടോ? അപ്പൊ അതാണ് എന്റെ ഒരു ഫോർമാറ്റ് കേട്ടോ. ക്ലിയർ ആയോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്രയും മതി. നെക്സ്റ്റ് നമുക്ക് അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. കോൾ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നടത്തേണ്ട ഇന്റർവ്യൂവിന്റെ നടപടിക്രമങ്ങളും അതിനുവേണ്ടി നമ്മൾ ആ പാനൽ കളൊക്കെ ഒരുക്കണ കാര്യങ്ങളൊക്കെയാണ് ഇനി നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയായിരിക്കും. കാരണം ചിലർക്ക് കംപ്ലീറ്റ് എന്തായാലും പറഞ്ഞ് തീരില്ല. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.